ഒരു ഉമ്മാരെ വേദന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇന്നലെ ഈ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു ഉമ്മയുടെ കരച്ചിൽ. 10 മാസം വയറ്റിൽ ചുമന്നു നൊന്തു പ്രസവിച്ച് വളർത്തി കാള പോലെ വളർത്തി വലുതാക്കി ആ മോനായിരുന്നു ഈ ഉമ്മാക്ക് അധ്വാനിച്ച് കൊണ്ട് കൊടുക്കുന്നത്. അല്ലാതെയുള്ള ജോലികളൊക്കെ ചെയ്ത് ഉമ്മായെ പെങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഒരു മകൻ. ആ ഒരു മകൻ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആ ഉമ്മാക്കുണ്ടായ വേദന ഉമ്മ മീഡിയയുടെ മുന്നിൽ പൊട്ടി 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 കരയുന്നു. വാ വലിച്ചു കീറി നിലവിളിക്കുന്ന ഒരു ഉമ്മായെയാണ് ഞാൻ കണ്ടത്. എന്തോ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എൻ്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാന്ന് എനിക്കറിയില്ല. അത്രമേലെ ആവശ്യതയായി എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തെല്ലാം ഒടിഞ്ഞതാണെന്ന് അറിയില്ല. എൻ്റെ പൊന്നുമോൻ വെള്ളം പോലും കുടിച്ചാ എന്ന് എനിക്കറിയാൻ വയ്യ. അത്രമേൽ എൻ്റെ മോൻ അവശതയാക്കി. ഒന്നും അല്ലെങ്കിൽ ഈ ഉമ്മ 10 മാസം വയറ്റിലിട്ട് എന്തെല്ലാം അനുഭവങ്ങൾ അനുഭവിച്ച് എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചാണ് ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കണത്. അത്രയും കഷ്ടപ്പെട്ട് പാലൂട്ടി വളർത്തി വലുതാക്കി. ഞാൻ വലുതാക്കിയ എൻ്റെ മകനും ഞാനും കൂടെ കൂട്ട് നിന്ന് എൻ്റെ മകനെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചത് ഞാനാണ്. ഞാനും എൻ്റെ മോളും കൂടിയാണ്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പറയമ്മച്ചി. കുമ്പിട്ട് കിടന്ന് വലിച്ച് പോലീസറമ്മൽ വലിച്ചെടുത്തോണ്ട് പോകുന്നവരെങ്ങോണ് കണ്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ നാട്ടുകാരെ കൊച്ചിനെ ഇല്ല, ഒന്നും ചെയ്തില്ല. പോലീസന്മാരെന്തോന്ന് ചെയ്തു? ഒന്നും ചെയ്തില്ല. പൊന്നേ പോറ്റിയേ മോനെ എന്നും പറഞ്ഞ് തടവിയാണ് കൊണ്ടുപോയത്. പക്ഷേ പോലീസന്മാർക്ക് അപ്പോഴും കൊടുക്കല്ലായിരുന്നു. ജനങ്ങൾ ആ നാട്ടുകാർ കൈകാര്യം ചെയ്തിട്ട് പോലീസന്മാർക്ക് വിട്ടുകൊടുക്കണമായിരുന്നു. അറിയാലോ എന്താണ് സംഭവിച്ചതെന്ന്, മോൻ ചെയ്തത് എന്താണെന്ന് ജനങ്ങൾക്കറിയാമല്ലോ. അതിന് ഉമ്മച്ചി കരഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഉമ്മച്ചി ഒരുപാട് മെഴുകി നോക്കിയിട്ട് അവസാനം എങ്ങ് ഏക്കണില്ലെന്ന് കണ്ടപ്പോൾ ഉമ്മച്ചി പൊട്ടി പൊട്ടി കരയണം. എൻ്റെ മോൻ അവിടെ എന്തോ സംഭവിക്കണത്. മോനെ ഒന്നും ചെയ്യൂല. മോന് വെള്ളവും കിട്ടും, ആഹാരവും കിട്ടും. മോന് മട്ടൻ ബിരിയാണി, രാവിലെ ഒരു 5-6 മുട്ടയൊക്കെ അങ്ങോട്ട് പാലിൽ ഉടച്ച് വീത്തി കലക്കി മോൻ്റെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കും. അതൊന്നും പേടിക്കണ്ട. അവർ കൊണ്ടുപോയെങ്കിലും നല്ല പൊന്നുപോലെ നോക്കും. എറിയുന്നു, മൂക്കിലിടിക്കുന്നു. ഇത് ഈ രംഗങ്ങളാണ് കണ്ടത്. അത് കണ്ടിട്ട് ഞങ്ങൾ ആരും ഇതുവരെ മാനസികമായിട്ട് ഞങ്ങൾക്ക് ആർക്കും പുറത്തിറങ്ങാനുള്ള മാനസികം ഇതുവരെ അല്ല. പോലീസന്മാർ അങ്ങനെയൊന്നും ചെയ്തില്ല. മോനെന്നും പറഞ്ഞ് മൂക്കിൽ തടയി. നെഞ്ചിൽ മോനെന്ത് വല്ല നെഞ്ച് വേദന ഉണ്ടാന്ന് ചോദിച്ചുകൊണ്ട് നെഞ്ചിൽ തടവി. മോനെന്തൊരു കുളിക്കാറുണ്ടാന്ന് ചോദിച്ചുകൊണ്ട് തലയിൽ തടവി. ഇത്രയൊക്കെ മാത്രമേ ചെയ്തുള്ളൂ. അല്ലാതെ മോനെ ഒന്നും ചെയ്തില്ല. ഉമ്മച്ചി ഒന്നും ചെയ്തില്ല. തള്ളച്ചി വന്നിട്ടില്ല. ഉമ്മച്ചി വെള്ളം കുടിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? ആ മോന് വെള്ളം പോലും കിട്ടാതെ കിടക്കണ എന്തോന്ന് വിഷമിച്ചാണ് ഉമ്മച്ചി ഇരിക്കുന്നത്. ഉമ്മ വിഷമിക്കണ്ട. മോൻ അവിടെ അധ്വാനിച്ച് കിളക്കി നല്ലതുപോലെ കൃഷിയൊക്കെ ചെയ്ത് ജയിലിനകത്ത് കൃഷിയൊക്കെ ചെയ്ത് അതിൽ നിന്നും പണം ഉണ്ടാക്കും. ഉമ്മച്ചി വിഷമിക്കണ്ട പൊന്നാര. ഉമ്മച്ചി വിഷമിക്കണ്ട. ഇങ്ങനെ കരയല്ലേ. മോനെ പൂജിക്കാനാണ് കൊണ്ടുപോയ. പൂവിട്ട് പൂജിക്കും. ഇങ്ങനെ മോനെ പൂജിച്ചിട്ട് പിന്നെ ദിവസം ശമ്പളമുണ്ട്. അത് ഉമ്മച്ചിക്ക് അയച്ചു തരും കേട്ടോ. വരുമ്പോൾ നല്ല ഒരു തുകയായിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് വിഷമിക്കണ്ട. ഇങ്ങനെയൊന്നും കരയല്ലേ തള്ളച്ചി. തള്ള ആദ്യമൊക്കെ കുറച്ച് എൻ്റെ മോന് വെള്ളം പോലും കിട്ടാറുണ്ടോ എന്തോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ തള്ള വലിച്ചു കീറി അങ്ങോട്ട് ലോകം മൊത്തം കേൾക്കത്തക്ക രീതിക്ക് തള്ളച്ചി അങ്ങോട്ട് വിളിച്ചു കൊടുത്തു. അപ്പം നമുക്കത് കേൾക്കാം. 10ാം ക്ലാസ്സിൽ തോറ്റ്, മോള് 10ാം ക്ലാസ്സിൽ ജയിച്ച്. തോറ്റപ്പം പിന്നെ മോൻ 10ാം ക്ലാസ്സിൽ തോറ്റ്, മോള് 10ാം ക്ലാസ്സിൽ ജയിച്ച്. പറയും അവന് ഒരു വിഷയത്തിന് എന്തിനാ തോറ്റവൻ.
പിന്നെ അവനെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികമായിട്ട് ഇല്ല. പിന്നെ അവൻ തന്നെ പഠിപ്പിക്കാൻ സാമ്പത്തികം ഇല്ലെങ്കിൽ എന്ത്? മോന് കാണിക്കുന്ന കോലം കണ്ടില്ലേ? സാമ്പത്തികം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മോൻ അന്തസ്സായിട്ടല്ലേ ഒരു പെങ്കൊച്ചിനെ സ്നേഹിച്ചിട്ട് വിളിച്ചോണ്ട് വന്നിട്ട് കാണിച്ചത് രംഗങ്ങൾ. അതിൻ്റെ സ്വർണ്ണോ അതിൻ്റെ പണോ എല്ലാം കൈവശപ്പെടുത്തി. എന്നിട്ട് നീ വീണ്ടും വീണ്ടും കൊണ്ടുപോവാന്നും പറഞ്ഞുകൊണ്ട് തള്ളച്ചി നീയും നിൻ്റെ മോളും നിൻ്റെ മോനും കൂടെ അല്ലേ ആ ഒരു പെൺകുട്ടിയെ അങ്ങനെ ആക്കിയത്? പറയ ഉമ്മ ബാക്കി. പത്രം ഇടാനും വിളമ്പിലും കൊത്തപ്പണിക്കും പോയൊക്കെ തന്നെ ഞങ്ങള് ജീവിച്ചത്. അങ്ങനെയുള്ള പോയി ഇത്രയും ചെയ്ത് കൊത്തപ്പണിക്ക് പോയി, പത്രം ഇടാൻ പോയി, ഓട്ടോ ഓടിക്കാൻ പോയി, തെങ്ങി കയറാൻ പോയെന്ന് പറയാതെ എന്താന്ന് മറന്നുപോയാ? അപ്പം ഇതെല്ലാം ചെയ്താണ് എൻ്റെ മോൻ കഷ്ടപ്പെട്ടു നമ്മളെ നോക്കി നമ്മൾ ജീവിച്ചത്. മോൻ ജീവിച്ചത്, അവർ ഇത്രയും നാൾ ജീവിച്ചു പോയത്. അതിൻ്റെയൊക്കെ സങ്കടമാണ്. മോനെ പിടിച്ചോണ്ട് പോയില്ലേ? മോനെ പിടിച്ചോണ്ട് പോയി അവരിങ്ങനെ മൂക്കിലും ഇങ്ങനെയൊക്കെ തടവിയപ്പോഴത്തേക്ക് മൂക്കിലും തലയിലും കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഉമ്മാക്ക് ഭയങ്കരമായ വേദന വന്നു. ഇങ്ങനെ ചെയ്യൂന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. എന്റെ പൊന്നു മോൻ അങ്ങനെ ചെയ്യില്ല. ഇല്ല, നമുക്കും വിശ്വാസം ഇല്ല. അവർ 10 മാസം ചുമന്ന തള്ളയായ അവർക്ക് വിശ്വാസമില്ല, നമ്മൾക്കും വിശ്വാസമില്ല. എന്തരായാലും അവൻ അങ്ങനെ ചെയ്യൂലെന്നേ. വിശ്വാസം ഇല്ലെങ്കിലും ചെയ്തു പോയി. ഇനിയിപ്പോൾ എന്തേലും ചെയ്യും? ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടപ്പം മുതലേ അതിനെ അങ്ങനെയൊക്കെ ചെയ്ത്. എന്റെ പൊന്നുമോൻ അങ്ങനെ ചെയ്യില്ല. ഇല്ല, പൊന്നുമോൻ അങ്ങനെ ചെയ്യൂല. ഇനിയിപ്പോൾ വലിച്ചു കീറേണു വാ, മൊത്തത്തിൽ കീറും. കിളവി അങ്ങനെ വാ വലിച്ചു കീറുമ്പോൾ വലിയൊരു ഉരുള ഉരുട്ടി അണ്ണാക്കിലോട്ടിട്ട് അങ്ങ് അടയ്ക്കണം. നിങ്ങളെ മോൻ അങ്ങനെയല്ലേ അതിനെ ചെയ്തത്? ചോറ് അണ്ണാക്കിലോട്ട് കുത്തി ഇറക്കിയിട്ടല്ലേ മറ്റേ ക്രൂരതകൾ ചെയ്തത്. തള്ളേ, നിങ്ങളും ഉണ്ടായിരുന്നല്ലേ? ഇതിനെല്ലാത്തിനും നിങ്ങൾ കൂട്ടുന്നില്ലേ? നിങ്ങളുടെ മോൻ്റെ പിന്നെ മറ്റോള് ഭാര്യയൊന്നുമല്ല, അത് ഭാര്യയൊന്നും ആക്കിയൊന്നും ഇല്ലായിരുന്നു. അവൾ അഖിലേ നിയമപരമായിട്ടൊന്നും കല്യാണം കഴിച്ചൊന്നുമില്ല. സ്നേഹിച്ച് ഒരുമിച്ച് കഴിയണം എന്നുള്ള ഒരിതേ ഉള്ളൂ. അല്ലാതെ നിയമപരമായിട്ടൊന്നും അവളെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ആ സ്ത്രീയും കൂടെ ഇതിന് കൂട്ടുനിന്നില്ലേ? അവളാണ് ആ ഒരു അമ്മച്ചി. അവളും അവളെ കാമുകനായ നിങ്ങളെ മോനും കൂടെ അല്ലേ ഇത് ചെയ്തത്. അപ്പം അവൾക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നല്ലേ? അവളെ ആദ്യത്തെ ഭർത്താവിലുണ്ടായ കുട്ടിയാകുമ്പോൾ അവൾക്ക് എന്തോ ഒരു വാശി ഉണ്ടായിരുന്നല്ലേ? ഇപ്പോഴും ഇതിനെല്ലാത്തിനും ഉത്തരവാദിയായ നിങ്ങളുടെ മോനാണ് കണക്ക് പറയേണ്ടി വന്നത്. നിങ്ങളെ മോനാണ് കണക്ക് പറയാനുള്ളത്. മണ്ണി പോലെ പറഞ്ഞു നിങ്ങളെ മോന്. 2 ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ആ കസ്റ്റഡിയിലായ സമയത്ത് 2 പേരെ ചോദ്യം ചെയ്തു. അവൻ സത്യം പറഞ്ഞു. അവൾ അഖിലയും കൂടെയാണ് ചെയ്യിച്ചതെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ കൈ അങ്ങനെ ആയി. അവർ പറയുന്നത് സൈക്കിളിൽ നിന്ന് വീണു എന്നാണ്. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതിലൊക്കെ ഒത്തിരി കള്ളത്തരമുണ്ട്. അത് ഇവൻ ചെയ്തതാണ്. അതങ്ങനെ ആയിട്ട് 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മോനെ ആശുപത്രിയിൽ കൊണ്ടുപോണത്. അതുവരെ അത് വേദന സഹിച്ചു തള്ളച്ചി. നിങ്ങൾക്ക് പറയാൻ വയ്യായിരുന്നു. അപ്പം നിങ്ങളും കൂടെ അല്ലേ ഇതിന്? നിങ്ങൾ തൊട്ടടുത്താങ്കണ്ടല്ലേ ഈ വീട്ടിൻ്റെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടടുത്താങ്കണ്ടല്ലേ നിങ്ങളും മോളും കൂടെ താമസിച്ചത്? നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഓരോ അമ്മമാരെ ആയിരുന്നാലും ആരെയും കണ്ണുനീര് ഇതുവരെ തോന്നിയിട്ടില്ല ഈ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ. വല്ലാത്ത വിഷമമായിപ്പോയി. എന്നിട്ട് ആശുപത്രിയിലും കൊണ്ടുപോയി അവിടെ ചെന്ന് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം വീണ്ടും അതിന് ഉപദ്രവങ്ങളായിരുന്നു. എന്തുമാത്രം അത് സഹിച്ച് അതിൻ്റെ ശരീരത്തിൽ ഇനി ഇല്ല. ആ കണക്കിന് ഉപദ്രവിച്ചു. പോരാത്തതിന് പിന്നെ ആ പ്ലാസ്റ്റർ ഇട്ടിട്ട് ആ പ്ലാസ്റ്ററും കൂടെ ഇളക്കി കളഞ്ഞു. വീണ്ടും എന്തൊക്കെയോ ചെയ്താണ് വീണ്ടും അവിടെ കെട്ടി വെച്ചത് ആ കൈ. അപ്പോൾ അതൊക്കെ എന്ത് വേദനയെടുത്ത് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പനിച്ച് പൊരിഞ്ഞിരിക്കണ ഇത്രയും ഉപദ്രവിക്കുമ്പോൾ അതിൻ്റെ പനി വരൂലേ? അതിനെ മഴ നനയിപ്പിക്കും, വെളിയിലെടുത്തങ്ങ് കളഞ്ഞേക്കും.
അതെന്തൊരു ആക്രിയാ വെളിയിൽ എടുത്ത് കളയാൻ, വേസ്റ്റ് അതള്ളേ. ആ കളഞ്ഞിരിക്കണ അത് അവിടെ കിടന്ന് മഴ നനയും, മഴയത്ത് നനപ്പിക്കും. എന്നിട്ടത് പനിച്ചു പൊരിഞ്ഞ് അതിനെയും കൊണ്ട് അപ്പോൾ ആ തള്ളച്ചി എവിടെയും മഴക്കാൻ പോയേക്കെന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലാങ്ങാണ്ട വേറൊരു ഡാൻസുകാരിയാണ് യവന് നിന്ന് ഇതെല്ലാം കൂട്ടിക്കൊടുപ്പ് കയറി. ആ കുട്ടിയെയും കൊണ്ട് ആ പെരുമഴയത്ത് യവൻ ബൈക്കിലിരുത്തി തിരുവനന്തപുരം വരെ നനച്ചു കൊണ്ട് പോയിരിക്കണം. പനിച്ച് പൊരിഞ്ഞ് വിളി വിളിക്കണ കുട്ടിയെ കൊണ്ട്. തള്ളച്ചി നീ അടുത്ത് കിടക്കുകയല്ലേ ഇരുന്ന തള്ളച്ചി. കഷ്ടമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറയിക്കണേന്. എല്ലാവർക്കും സങ്കടമുണ്ട് ഈ ഒരു കാര്യത്തിൽ. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് എവിടെ തമിഴ്നാട്ടിലോ എവിടെയെങ്ങാടെയൊക്കെ പോയെന്ന് പറയണായിട്ട്. ഒരു വല്ലാത്ത ക്രൂരനാണ് നിങ്ങളെ മോൻ. നിങ്ങളൊരു ക്രൂരത്തിയായ തള്ളയാണ്. നിങ്ങളെ മോൾ അതിനെക്കാട്ടിയും കഷ്ടമാണ്. നിങ്ങളെ മോളൊന്നും പ്രസവിച്ചല്ലേ, 2 എണ്ണം പ്രസവിച്ചല്ലോ. നിങ്ങൾ 2 3 പ്രസവിച്ച തള്ളയല്ലേ സ്ത്രീയെ. ബാക്കി പറയും. ഞാൻ എപ്പോഴും പറയുന്നു എന്റെ മോനെ കൊച്ചിനെ കൊല്ലില്ല. നിങ്ങളെ മോൻ ആ കൊച്ചിനെ ഒന്നും ചെയ്യൂല. എല്ലാവരും സമ്മതിച്ചു. നിങ്ങളെ മോനെ ഏറ്റു പറഞ്ഞല്ലോ, ഇന്ന് പറഞ്ഞല്ലോ നിങ്ങളെ മോനാണെന്നും അഖിലയാണ് അത് ചെയ്യിച്ചെന്നും അഖില ഒന്നും മിണ്ടാതെ നിൽക്കുമെന്നും അഖിലയും കൂടെ ഉള്ള ഒത്തുകളിയാണെന്ന് എല്ലാം ഏറ്റല്ലോ പോലീസിൻ്റെ അടുത്ത്. എല്ലാം പറഞ്ഞല്ല. മോന് നടക്കാൻ വയ്യ, അല്ല ഏതത്തിന് കിട്ടി. വലിഞ്ഞു ഇഴഞ്ഞ് നടക്കണം. മുഖമൊക്കെ നല്ല നീരുണ്ട്, നല്ലതുപോലെ കിട്ടണം. ഇങ്ങനെയല്ല കിട്ടാനുള്ളത്. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമായിരുന്നു. ഇവനെ വെച്ച് അല്ലെങ്കിൽ പോട്ട് അങ്ങനെ ഒത്തു തീർന്നാൽ പിന്നെ ഇവൻ ഇഞ്ചിഞ്ചായിട്ട് വേദന അരിച്ച് ജീവിതാവസാനം വരെ അവൻ വേദന അരിക്കണം. വേദന അരിച്ചവൻ തീരണം. പറയല്ലേ? അതെനിക്ക് ഉറപ്പാണ്. ഈ ലോകം മൊത്തം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കേണ്ടതള്ളേ. നിങ്ങളുടെ മോൻ സമ്മതിച്ച്, മോൻ പറഞ്ഞു തള്ളേ ഇനിയും മോൻ്റെ വായിന്ന് വീട് നിങ്ങളാണ് ചെയ്യിച്ചതെന്ന്. നിങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയും. നിങ്ങളൊക്കെയാണ് ഇത് ചെയ്യിച്ചത്. ഇനി എല്ലാം തെളിയാനുണ്ട്. ഇനി ഒരുപാട് കേസ്. ആമിനാര സഹോദരൻ്റെ ആ ഒരിതുണ്ട്. നിങ്ങളെല്ലാവരും കൂടെയാണ് അത്. പിന്നെ വേറൊരു പെൺകുട്ടിയുണ്ട് ചെറിയൻകീഴുള്ള, അത് നിങ്ങളെ മോനും നിങ്ങളെല്ലാവരും കൂടെയാണ് കൂട്ടുനിന്ന. ആ ഡാൻസുകാരി അനു എന്ന് പറയുന്ന ആ സ്ത്രീയും എല്ലാവരും കൂടെയാണ് കൂട്ടുനിന്ന. പിന്നെ അതുപോലെ ആ കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ അഖിലേര ഭർത്താവ് അതെങ്ങനെയായിരുന്നു? അതും നിങ്ങളെ മകനാണ്. അതിനും നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് തള്ളേ. ഇതുപോലെ ഇനി എത്ര കേസുകൾ. എന്റെ മോൻ കൊല്ലൂല, കൊല്ലാൻ വേണ്ടി ചെയ്യൂല. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയെന്നുള്ള അത് അവന് മാത്രമേ അറിയാവൂ. നിങ്ങളെ മോൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശം സംഭവിച്ചതല്ല. മോൻ പറഞ്ഞ് ഞാൻ മാനപൂർവ്വം ചെയ്തത് എന്നെന്ന്. വേണ്ട, അതിനെ ഈ ലോകത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് നിങ്ങളെ മോൻ സമ്മതിച്ച് എല്ലാം തത്ത പറയും പോലെ പറഞ്ഞു. ഇനി വിശ്വസിക്കുമോ മോങ്ങലുകാറി? ജനങ്ങൾ അവരെ ഉള്ളിലുള്ളത് പറയുന്ന നമുക്കൊന്ന് കേൾക്കാം. ഈ യവനെ കണ്ടപ്പോഴുള്ള ജനങ്ങളുടെ രോഷം, ഓരോ അമ്മമാരുടെയും അവരെ വായിന്ന് വീഴുന്നതും നമുക്കൊന്ന് കേൾക്കാം. അവരെ സങ്കടങ്ങൾ. അഖിലെന്ന് പറയുന്ന സ്ത്രീ കാമുകനൊപ്പം നിന്നിട്ട് ഇത് ചെയ്തത്. എടി നിനക്ക് വേണ്ടാന്നുണ്ടായിരുന്നെങ്കിൽ എത്രയോ പേര് കുട്ടികളില്ലാതെ എത്രയോ വർഷങ്ങളായി അവർ കല്യാണം കഴിഞ്ഞ് കുട്ടികളും ഇല്ലാതെ ജീവിക്കണതുണ്ട്. ഒരു കുട്ടിയെ കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെല്ലാം അമ്പലങ്ങളും പള്ളികളും അവർ കയറിയിറങ്ങി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എടി നിനക്ക് അങ്ങനെ കൊടുക്കാമായിരുന്നില്ലേ? വല്ല അനാഥാലയത്തിലാണ് നീ അങ്ങ് ഏൽപ്പിക്കാന്ത്. ഈ കുട്ടികളെ നോക്കുന്ന സ്ഥലമുണ്ടല്ലോ, കുട്ടികളെ സംരക്ഷിക്കണ, അവർക്കങ്ങ് കൊടുക്കാന്തായിരുന്നു. അല്ലെങ്കിൽ പോട്ട് നീ എവിടെയെങ്കിലും കൊണ്ടുവന്ന് അങ്ങ് ഇരുത്താത്ത എന്തായിരുന്നു? നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നീ വഴിയില്ല എവിടെയെങ്കിലും വല്ല ബസ് സ്റ്റോപ്പിലെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് അങ്ങ് പോയനെയായിരുന്നല്ല. എടി നീ ഇതുപോലെ ചെയ്യാതെ എടി അമ്മച്ചി എന്ന് പറയണ അഖിലെ കള്ളി നാറി. അപ്പോൾ ആ ജനങ്ങളെ പ്രതികരണം ഒന്ന് കേൾക്കാം.
സ്ത്രീകൾക്കെങ്കിലും യവന്മാരെ വിട്ടുകൊടുക്കണമായിരുന്നു. ആ കോടതിയുടെ ആ ഭാഗത്താണ്. അവരെ കയ്യിലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ യവനെ ശരിയാക്കിയന. ഇത് എങ്ങും അറിഞ്ഞൂടാൻ വയ്യാത്ത ജനങ്ങളാണ് ആ കോടതിയിൽ വന്ന് കിടക്കുന്നത്. എവിടെയെല്ലാം ഉള്ള സ്ഥലത്തുള്ള ജനങ്ങൾ ഈ വാർത്ത കണ്ടിട്ടുണ്ട്. ഏതെല്ലാം രാജ്യത്തുള്ളവർ ഈ വാർത്ത കണ്ടിട്ടുണ്ട്. നിൽക്കണണ്ടില്ലേ, മൊണ്ടണവൻ കാല് മൊണ്ടുന്നുണ്ട്. തള്ളേ മോൻ കാല് മൊണ്ടുന്നുണ്ട്. തള്ളച്ചിയുണ്ട്, മച്ചിക്കാറി. ആ തള്ള വന്നിന്ന് മെഴുകുന്നുണ്ട്. എൻ്റെ മോൻ ചെന്ന് കണ്ടാണ് ആമിനായും എൻ്റെ മോനും തങ്ങളിൽ സ്നേഹിച്ചതാണ്. ഓട്ടോ ഓടാൻ പോയപ്പം അവർ സ്നേഹിച്ചതാണ്. പിന്നെ ചെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തില്ല, ആമിനാരെ വീട്ടുകാർ കൊടുത്തില്ല. പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടും എന്ന് പേടിച്ചിട്ടാണ് അവർ ഇവരെ വിളിച്ചിട്ട് അതിന് പിന്നെ കല്യാണത്തിന് സമ്മതിച്ചത്. എങ്ങനെ ആവട്ടെ തള്ളേ, നിങ്ങളെ മരുമോളായിട്ട് കയറി വന്നതല്ലേ. എന്നിട്ട് അതിൻ്റെ സ്വർണ്ണവും എടുത്ത് അതിന് കൊടുത്ത പണവും കൊടുത്ത് പിന്നെ അവർ താമസിക്കുന്ന വീടും കൂടെ വേണമെന്ന് പറഞ്ഞു. ആ വീടിന് വേണ്ടിയിട്ട് ഈ തള്ളച്ചി കിടന്ന് കോലം ഉണ്ടാക്കി. തള്ളച്ചി മോളും കൂടെ മറ്റവരിറങ്ങിക്കൊടുക്കണം ആ വീട് വേണമെന്നും പറഞ്ഞ്. ആകെ ഒരു ചെറ്റമാടം കണക്ക് ഒരു വീട്ടിലാണ് കിടക്കണം. 10 സെൻറ്റ് അങ്ങാണ്ടുണ്ട്. അവർ പറയണു പോട്ട് ഇട്ട സ്വർണവും പോട്ട്, എന്നാലും വേണ്ടൂല. അതിനെ ഉപദ്രവിക്കാതിരുന്നൂടെയിരുന്ന. അതിനെ ഈ പരുവത്തിലാക്കിയില്ലേ നിങ്ങൾ തള്ളേ. ഇപ്പം വന്നിന്ന് മോങ്ങണ് തള്ള. സങ്കടം. എൻ്റെ മോന് പട്ടിണി കിടക്കണം. ഇത്രയും ക്രൂരത കാണിച്ചതിന് ഒരു കുഴപ്പമില്ല അല്ലേ.